ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അന്നാസ് കോർണർ. 2025 മൈസൂർ ദസറ ഇന്ന് മുതൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. മൈസൂർ ദസറയുടെ ഉദ്ഘാടനത്തിന് ശേഷം ഇന്ന് മുതൽ വൈകുന്നേരങ്ങളിൽ മൈസൂരിലെ എല്ലാ റോഡുകളും പ്രകാശപൂരിതമായിരിക്കുകയാണ്. എന്നാൽ നമുക്ക് മൈസൂർ പാലസിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? മൈസൂർ പാലസ് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരിക്കുകയാണ്. നമ്മളുടെ ആനകളെല്ലാം നല്ല ഭംഗിയായി ഒരുങ്ങി മൈസൂർ പാലസിൽ ഉണ്ട്. പണ്ടത്തെ ആ രാജകീയ പ്രൗഢിയോടെ തന്നെ അവരതിൻ്റെ എല്ലാ ചടങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൈസൂർ പാലസിൽ. ഈ ദിവസങ്ങളിൽ മൈസൂർ പാലസിനുള്ളിൽ പലതരത്തിലുള്ള പൂജകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ പൂജകൾ കഴിഞ്ഞ് ഈ ആനകളും കുതിരകളും പശുക്കളും എല്ലാം ഈ മൈസൂർ പാലസിന് ചുറ്റും വലയം വയ്ക്കുന്ന ഇതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം വൈകുന്നേരങ്ങളിൽ മൈസൂർ പാലസിൽ കച്ചേരി നടക്കുന്നുണ്ട്. മൈസൂർ പാലസിൻ്റെ മുമ്പിലുള്ള റോഡിലെ ലൈറ്റ് ഇലുമിനേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം മൈസൂരിലുള്ളവർ കൂടാതെ തന്നെ പുറത്തു നിന്നും പല ആളുകളും ഇതെല്ലാം കാണാൻ വേണ്ടി വരുന്നതുകൊണ്ട് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ നമ്മുടെ പോലീസ് സന്നദ്ധകളെല്ലാം വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലെല്ലാം ഈ ലൈറ്റ് ഇലുമിനേഷൻ കാണാൻ വരുന്നവരെല്ലാം മാക്സിമം 2 വീലറുകളെല്ലാം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ടൗൺ ഏരിയയിൽ. പാലസിൻ്റെ എൻട്രൻസിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റിൻ്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ വേറൊരു രസകരമായ ഒരാളെ ഇവിടെ കണ്ടത്. ഇത് നമ്മുടെ പാലസിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ദസറ ഹാളിൻ്റെ മുമ്പിലും ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ. എത്ര ഭംഗിയായിട്ടാണല്ലേ ഈ പ്രാവശ്യത്തെ ദസറയുടെ ലൈറ്റ് ഇലുമിനേഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ മാക്സിമം കാർ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മാക്സിമം നടന്ന് പോയി നമുക്ക് ഈ ലൈറ്റ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ആസ്വദിക്കാനും ഫോട്ടോസ് എടുക്കാനും എല്ലാം സൗകര്യം അത് തന്നെയായിരിക്കും. കാറിലാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സ്ഥലവും പാർക്കിംഗ് സൗകര്യം ടൗൺ ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ആസ്വദിക്കാനെങ്കിൽ ഒന്നിക്കെ നടന്നിട്ടോ അല്ലെങ്കിൽ 2 വീലറോ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. കാരണം ട്രാഫിക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയങ്ങളാണിതെല്ലാം.
ഇത് നമ്മുടെ പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ദേവരാജ മാർക്കറ്റിലേക്ക് പോകുന്ന ആ ഒരു റോഡിലെ ദൃശ്യങ്ങളാണ്. ഈ ഒരു ദൃശ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും എത്രയധികം തിരക്കുള്ള ദിവസങ്ങളാണ് മൈസൂർ എന്ന്. അതുകൊണ്ട് തന്നെ ട്രാഫിക്കിലായിരിക്കും അധിക സമയം നിങ്ങൾക്ക് പോകാനുള്ള ചാൻസ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ടൈമിന് എത്തണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ടൈമെല്ലാം ഷെഡ്യൂൾ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായിരിക്കുക. ദസറയുടെ എല്ലാ സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലെല്ലാം ഫുഡ് ഫെസ്റ്റും ഫ്ലവർ ഷോയും അങ്ങനെ പലതരം മ്യൂസിക്കൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ മൈസൂർ നടക്കുന്നുണ്ട്. പല ഏരിയകളിലായിട്ടാണ്. അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ഓരോ ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ കാണുന്നത് ദേവരാജ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ലൈറ്റ് ഇലുമിനേഷനാണ്. ഈ ദിവസങ്ങളിൽ മൈസൂരുള്ളവരാകട്ടെ അതുപോലെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ മൈസൂർ ദസറ കാണാൻ വരുന്നവരാകട്ടെ എല്ലാവരും സെൽഫ് കെയർ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റായ സമയമാണ്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ പല ആളുകളും ഈ മൈസൂർ ദേശത്ത് വന്നു പോകുന്നതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ കാണുന്നത് അഗ്രഹാര റോഡാണ് കേട്ടോ. എന്ത് ഭംഗിയായിട്ടാണല്ലേ ഇതിൻ്റെ ലൈറ്റ്നിങ് ചെയ്തിരിക്കുന്നത്. അത് ആ രണ്ട് സൈഡിലുള്ള മരത്തിൻ്റെ മേലെയാണ് ഈ ലൈറ്റ്നിങ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് URS റോഡിൻ്റെ ദൃശ്യങ്ങളാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടി. ഇനി നമുക്ക് ബന്യമണ്ഡപം റോഡിലേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ.
ഇത് നമ്മൾ LIC സർക്കിളിൻ്റെ മുമ്പിലുള്ള ദൃശ്യമാണ് കേട്ടോ. എന്തൊരു ഭംഗിയായിട്ടാണ് ഈ ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതല്ലേ. പീക്കോക്കിൻ്റെ മൊത്തം ലൈറ്റും കാര്യങ്ങളും വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മളുടെ തോട്ട് ഫോക്കസിൻ്റെ കുറച്ച് മുമ്പിലായിട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മിക്ക ദിവസങ്ങളിലും അടുപ്പിച്ചടുപ്പിച്ച് മൈസൂർ ദസറയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.